ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ആധാർ റിക്രൂട്ട്മെന്റ് 2025 ഇന്ത്യ ഗവൺമെന്റിന്റെ ഇത് നോട്ടിഫിക്കേഷനായി വന്നിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിലേക്കുള്ള അപേക്ഷകളാണ് നിങ്ങളിൽ നിന്ന് ക്ഷണിക്കുന്നത്. ആധാർ കാർഡ് റിക്രൂട്ട്മെന്റ് 2025 ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 24,800 ടോട്ടൽ വേക്കൻസീസ് ഉണ്ട്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ, അതായത് 10 ജയിച്ചവർക്കുള്ള വേക്കൻസിയും ഇവിടെ ഉണ്ട്. ക്വാളിഫിക്കേഷൻ 10th പാസ്, 12th പാസ്, ഗ്രാജുവേറ്റ്, അല്ല നിങ്ങൾ ITI പഠിച്ചോട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം, ഡിപ്ലോമ ആയിക്കോട്ടെ അപേക്ഷിക്കാം, ഡിഗ്രി ആയിക്കോട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഏത് തരത്തിലുള്ള കാൻഡിഡേറ്റിനും അപേക്ഷിക്കാൻ പറ്റിയ റിക്രൂട്ട്മെന്റ് ആണ് ഇന്ത്യ ഗവൺമെന്റ് ആധാർ കാർഡിലൂടെ നമുക്ക് തരുന്നത്. ആധാർ കാർഡിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ആൾ ഇന്ത്യ ജോബാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ. ആൾ ഇന്ത്യ പാൻ ഇന്ത്യയുടെ ജോബാണ്. ഇതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. സാലറി എന്ന് പറയുന്നത് 26,000 തൊട്ട് 78,000 വരെ നിങ്ങൾക്ക് കിട്ടും. കാര്യം ഓരോ പോസ്റ്റിന്റെ അനുസരിച്ച് അവിടെ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ പർട്ടിക്കുലർ പോസ്റ്റിന് എത്ര സാലറിയാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് വേണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങളെ എങ്ങനെയാണ് അവിടെ എത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അത് കണക്ക് തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യമാണെങ്കിൽ നിങ്ങളോട് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയും, നോ എക്സാം, ഇതിനൊരു എക്സാം ഇല്ല, ഇതിനൊരു ഫീസ് കൊടുക്കേണ്ട. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഒരു പൈസ പോലും നിങ്ങൾക്ക് മുടക്കേണ്ട കാര്യമില്ല. അതിപ്പം ഓൺലൈൻ, ഇവിടെ 2 തരത്തിൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും, ഓഫ്ലൈനായും ഓൺലൈനായും. ഓഫ്ലൈനിൽ നിങ്ങൾ ഫോം ഇത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഫില്ലപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഓൺലൈനിന്റെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക്, ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് വെബ്സൈറ്റിൽ എന്തോ സംതിങ് പ്രോബ്ലം ആണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. അവിടെ ഇവരുടെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇതിനകത്ത് പറയുന്നില്ല, എന്നുവരെ ഇത് നടക്കും, അല്ലെങ്കിൽ എന്നുവരെ ഇവിടെ ഇവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കുമെന്നുള്ള ഇത് പറയുന്നില്ല. ആസ് സൂൺ ആസ് പോസിബിളേ പറയുന്നുള്ളൂ. ഈ പർട്ടിക്കുലർ പോസ്റ്റിന്റെ ഓരോ പോസ്റ്റിനും വെവ്വേറെ തരത്തിലുള്ള ഡേറ്റുകളാണ് അവിടെ കൊടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് ഇപ്പം, അതായത് ക്ലോസിംഗ് ഡേറ്റ് 28 ഫെബ്രുവരി, 31 ജനുവരി എന്നൊക്കെയുള്ള ക്ലോസിംഗ് ഡേറ്റുകൾ നോക്കി നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുക. ഓൺലൈനിൽ എന്തോ പ്രോബ്ലമാണ്, അതുകൊണ്ടാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് എക്സാം എന്നൊന്നും ഇല്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു ഫീസ്, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് ഒരു ഫീസ് പോലും, ഒരു പൈസ പോലും നിങ്ങൾ മുടക്കേണ്ട കാര്യമില്ല. അപേക്ഷിച്ചപ്പോൾ വൈ പോസ്റ്റ് കൊറിയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വൈ പോസ്റ്റ് അപേക്ഷിക്കുകയാണെങ്കിൽ അതിനുള്ള പോസ്റ്റൽ ചാർജസ് അല്ലാതെ ഒരു പൈസയും നിങ്ങൾ ഇതിനു വേണ്ടി മുടക്കണ്ട. ഏജ്, ഇതാണ് ഏറ്റവും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഏജ് 18 തൊട്ട് 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. ആധാർ കാർഡ് റിക്രൂട്ട്മെന്റ് 2025 റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഏതെല്ലാം വേക്കൻസികളാണ് ഇതിൽ ആധാർ കാർഡിന്റെ ഈ 2025 റിക്രൂട്ട്മെന്റിലെ ഏതെല്ലാം വേക്കൻസികളാണെന്ന് നോക്കാം. റീജിയണൽ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, സീനിയർ അക്കൗണ്ട് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ, ഡയറക്ടർ, അക്കൗണ്ടന്റ്, സ്റ്റെനോഗ്രാഫർ, അസിസ്റ്റന്റിന്റെ സെപ്പറേറ്റ് പോസ്റ്റ് ഉണ്ട്, ആൻഡ് അതർ പോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 10ാം ക്ലാസ്സുകാർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്ന അതിനുള്ള പോസ്റ്റും ഉണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് 10ാം ക്ലാസ്സുകാരുടെ ആ യോഗ്യത അനുസരിച്ചുള്ള ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാനും ഫില്ലപ്പ് ചെയ്ത് അയക്കുവാനും ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ഇത് റീജിയണൽ ഓഫീസർ, സെലക്ഷൻ ഓഫീസർ, സെക്ഷൻ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ഇതൊക്കെ പോയിക്കോട്ടെ. എന്നാലും ബാക്കിയുള്ള സീനിയർ അക്കൗണ്ട് ഓഫീസർ ഉണ്ട്, അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, അത് പോട്ടെ. അക്കൗണ്ടന്റ് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അസിസ്റ്റന്റ് ആൻഡ് അതർ പോസ്റ്റ് ഇതിനകത്തുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇതാണ് ഇതിലെ പോസ്റ്റുകൾ. ഇനി ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് വേരിയസ് പോസ്റ്റാണ്, പല പോസ്റ്റുകളുണ്ട്. അതിന്റെ എല്ലാം കൂടെ കൂട്ടി ഇത്ര പോസ്റ്റ് എന്നുള്ള ഇത് ഇവിടെ പറയുന്നില്ല. അപ്ലൈ മോഡ് ഓൺലൈൻ, ഓഫ്ലൈൻ 2 തരത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓൺലൈനിൽ എന്തോ സംതിങ് പ്രോബ്ലമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഓൺലൈൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ അപേക്ഷിക്കുക, ഇല്ലെങ്കിൽ ഓഫ്ലൈനിൽ എത്രയും പെട്ടെന്ന് ഫോം ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കുക. അപ്ലൈ മോഡ് ഓൺലൈൻ, ഓഫ്ലൈൻ ആണ്. ഹു ക്യാൻ അപ്ലൈ? ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിനകത്ത്
ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് ആധാർ റിക്രൂട്ട്മെന്റ് 20-25 സാലറി തന്നെയാണ് നോക്കാം. 26,000 രൂപ തൊട്ട് 78,000 രൂപ വരെ ഓരോ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരും. അത് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 50 വയസ്സാണ്. നോ ലിമിറ്റ് ഇവിടെ തന്നിരിക്കുന്നത്. എന്നാലും 50 വയസ്സ് വരെ അവര് സ്വീകരിക്കും. ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, ആ ഒരു ഫീസും ആർക്കുമില്ല. ആപ്ലിക്കേഷൻ ഫീസ് ആർക്കുമില്ല. സെലക്ഷൻ പ്രോസസ് നോ എക്സാം ആണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. എക്സാം ഇല്ലാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ്സ് നിങ്ങൾ ആദ്യമേ തന്നെ അയക്കുമ്പോൾ കറക്റ്റായ കാര്യങ്ങൾ അയക്കുക. ഇല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ നമ്മൾ പുറത്താകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം 10ാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാം, 12ാം ക്ലാസ്സുകാർക്കും അപേക്ഷിക്കാം, ഗ്രാജുവേറ്റിനും അപേക്ഷിക്കാം, ITA, ഡിപ്ലോമ, ഡിഗ്രി എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അയച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ SC ST PWD ആ ഒരു കാസ്റ്റിൽ വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അയക്കണം. ഇല്ലെങ്കിൽ അവരെ മറ്റുള്ള ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കൺസിഡർ ചെയ്യും. അതുകൊണ്ട് അല്ലാത്തവര്, ഇത് ജനറൽ കാറ്റഗറിയിലുള്ളവർ ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അയക്കേണ്ട കാര്യമില്ല. പിന്നെ ഏജ് പ്രൂഫ്, നിങ്ങളുടെ ഏജ് പ്രൂഫ് SSLCയുടെ 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഫ്രണ്ട് പേജ് ഏജ് പ്രൂഫ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആൾറെഡി സ്റ്റാർട്ടഡ് ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആസ് സൂൺ ആസ് പോസിബിൾ ആണെന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള, അപ്പൊ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കണം. അവർ പറയുന്നുണ്ട് ഏത് സമയത്ത് ഞങ്ങൾ അതായത് വെബ്സൈറ്റിൽ നിന്ന് ഇത് അവിടുന്ന് മാറ്റാൻ സാധ്യതയുണ്ട്, ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കാൻ ശ്രമിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ഇമ്പോർട്ട് ലിങ്ക് ആണ്. ഈ ലിങ്കിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോയുടെ താഴെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്നതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആധാറിന്റെ ആ ഒരു ഇതിനകത്തേക്ക് പേജിലേക്ക് പോകും. അവിടുന്ന് നിങ്ങൾക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത്, ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിലൂടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു പേജിൽ വരുമ്പോൾ, ആധാർ കാർഡിന്റെ റിക്രൂട്ട്മെന്റ് പേജിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഈ ഓപ്ഷനിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ളത് ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഡെപ്യൂട്ടേഷൻ കോൺട്രാക്ട് ഓഫ്ലൈൻ വിത്തിൻ ബ്രാക്കറ്റ് ഞാൻ എഴുതിയത് UIDA invite application from candidate from Government of India sector to fill up various post at UDAI headquarter and regional office on deputation basis. അപ്പം ഇങ്ങനൊരു അവിടെ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓഫ്ലൈനിന്റെ ഇത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ഓൺലൈൻ, ഇവിടെ ഓൺലൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഓൺലൈൻ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓൺലൈനിൽ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ, അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ ടെക്നിക്കൽ NISG വേക്കൻസീസ് എന്ന ഈ ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പം ഈ രണ്ട് കാര്യം പറഞ്ഞ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഓൺലൈൻ ഇപ്പൊ ഒരു തൽക്കാലം ഞാനിപ്പോ ഒന്നുകൂടെ ശ്രമിക്കാം നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പം ബാക്കി ഞാൻ നേരത്തെ അത് ശ്രമിച്ചപ്പോഴത്തേക്ക് പേജ് നോട്ട് ഡിസ്പ്ലേഡ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം, എങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നെന്നുള്ള ആ കാര്യത്തിലേക്ക് കടക്കാം. അവിടുന്ന് ഞാൻ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഗൂഗിൾ ക്രോമിൽ ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് ഇച്ചിരി സമയമെടുക്കുന്നത് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഇവിടെ ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒന്ന്, ഇത് ഓഫ്ലൈനിലൂടെ ചെയ്യാനുള്ള ലിങ്കാണ്. ഈ താഴത്ത് കാണുന്നത് ഓൺലൈനിലൂടെ ചെയ്യാനുള്ളതാണ്.
അപ്പൊ നമ്മൾ ഇപ്പം സപ്പോസ് നമ്മൾ ഈ വേക്കൻസി സർക്കുലർ ഫോർ ഫില്ലിംഗ് അപ്പ് ദ വൺ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്, ഇപ്പൊ സപ്പോസ് അസിസ്റ്റന്റ് അക്കൗണ്ടന്റിന്റെ ഈ വേക്കൻസിയാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇതേണ്ട ഇവിടെ പറയുന്നുണ്ട് എന്ന് ക്ലോസ് ഡേറ്റ് 25 ഫെബ്രുവരി വരെ നിങ്ങൾ അപേക്ഷിക്കുക. ഇവിടെ പറയുന്നുണ്ട്, വേണ്ട ഇവിടെ നോക്ക് ക്ലോസ് ഡേറ്റ്. അപ്പൊ ക്ലോസ് ഡേറ്റ് പറയുന്നുണ്ട് 25 ഫെബ്രുവരി വരെ. അങ്ങനെ ഓരോ പോസ്റ്റിലും നിങ്ങൾക്ക് അതിന്റെ പറയുന്നുണ്ട് ഏത് ഡേറ്റ് വരെ ഇത് നടക്കുമെന്ന്. അപ്പൊ ഞാൻ ഈ പോസ്റ്റിലേക്ക് ഞാൻ സപ്പോസ് ഞാൻ അക്കൗണ്ട് 1-ാം നമ്പറിലുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത്, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, സർക്കുലർ പറയുന്നുണ്ട്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് നിങ്ങളെല്ലാം പഠിച്ചിട്ടേ, നിങ്ങൾ ഓരോന്ന് കെയർഫുള്ളി പഠിച്ചിട്ടേ നിങ്ങൾ താഴെ പോള് ഇവിടെ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ആപ്ലിക്കേഷൻ ഫോം തന്നിട്ടുണ്ട്. അതുകൂടാതെ എങ്ങോട്ട് അയക്കുന്നെന്നുള്ള ഇതും തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ഇതും തന്നിട്ടുണ്ട്, ഈ അഡ്രസ്സും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ അഡ്രസ്സിലേക്ക് അയക്കുക. നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകം പോയി, ഇതിപ്പം ഞാൻ ആദ്യത്തെ എടുത്ത് രണ്ടാമത്തെ നോക്കട്ടെ. രണ്ടാമത്തെ ഞാൻ ഇവിടുത്തെ ക്ലിക്ക് ചെയ്ത് അതിലും സെയിം കാര്യങ്ങൾ വന്ന് അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അതിന്റെ ആപ്ലിക്കേഷനും വന്ന് അതിന്റെ അയക്കേണ്ട എങ്ങോട്ട് അയക്കേണ്ടെന്നുള്ള അതും കാണിച്ച്, ചിലപ്പോൾ അയക്കേണ്ട വേറെ വേറെ ഭാഗത്തായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അയക്കുക. അപ്പം ഇതാണ് ഓഫ്ലൈൻ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓൺലൈൻ വരുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓൺലൈനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ട ഇവിടെ പറയുന്നത് ദിസ് ലിങ്ക് ഷാൾ ടേക്ക് യു ടു എ പേജ് വെബ്സൈറ്റ് ഫോർ എനി ക്വയറി റിഗാർഡിംഗ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക്ഡ് പേജ് വെബ്സൈറ്റ്. പ്ലീസ് കോൺടാക്ട് ദ വെബ് മാസ്റ്റർ ഫോർ ദ കൺസേൺഡ് വെബ്സൈറ്റ്. അതെന്തോ സംതിങ് പ്രോബ്ലം ഇങ്ങനെ നേരത്തെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഓഫ്ലൈനിൽ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വേക്കൻസിയാണ്. അപ്പൊ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യല്, ഒട്ടും മിസ്സാക്കല്. നിങ്ങൾ ഓഫ്ലൈനിൽ തന്നെ ഡൗൺലോഡ് ചെയ്യ, അല്ല നിങ്ങളുടെ അതിനകത്ത് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓൺലൈൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ. പക്ഷെ അങ്ങനെ ഓൺലൈൻ്റെ ഇത് നിങ്ങളുടെ അവിടെ നടന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഓഫ്ലൈൻ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.